ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ വാഗമണിലേക്ക് ചെറിയൊരു ട്രിപ്പ് പോവാണ്. ഈ വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് തന്നെ ചെറിയൊരു റിലീഫ് ആരായാലും ആഗ്രഹിക്കൂലേ. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങളുടെ ഓഫീസിലെ കൊളീഗ്സ് കൂടി പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണിത്. അപ്പോൾ വീട്ടുകാരോട് യാത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നേരെ ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചായിരുന്നു എന്നെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അവൻ വന്നു, നേരെ ഓഫീസിലെത്തി. അപ്പോൾ അത്യാവശ്യം എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ക്യാമ്പസ് എന്ന ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരും ആക്കിയിട്ട് ചെറിയൊരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നേരെ ബസ്സിൻ്റെ അകത്ത് കയറി ഒച്ചപ്പാടും ബഹളമൊക്കെ തുടങ്ങി. ഏതാണ്ട് വൈകിട്ടോടെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴും ആഘോഷവും കാര്യങ്ങളൊന്നും നിന്നില്ല. പിന്നെ ഞങ്ങളുടെ ബാഗിൻ്റെ ഉള്ളിലെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്ത വേറൊരു കാറിലോട്ട് വന്നു. അവിടെ നിന്ന് അത്യാവശ്യം നടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ബസ് കയറുമായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് നടന്നു കയറിക്കോളൊരു ആവശ്യം കൊണ്ട് ഞങ്ങൾ നടന്നെത്തി. ഇപ്പോൾ തോട്ടുമുക്കൽ ഹിൽ ടോപ്പിലാണ് ഞങ്ങളുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. ചെന്ന പാടെ തന്നെ ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ പോയി. അടുത്ത് തന്നെ ഒരു ചെറിയ ഹോളിൽ എന്തോ ഒരു ഫംഗ്ഷനും കൂടി നടക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ വലിയ കാര്യമാക്കിയില്ല. നേരെ ഞങ്ങൾ സ്വിമ്മിങ് പൂളിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത്രയും തളർന്നൊന്നുമില്ല, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആദ്യം തന്നെ അനന്തുചേട്ടൻ വെള്ളത്തിൽ ചാടി ആ ഒരു ഉദ്ഘാടനം ചെയ്തു. അധികം താഴ്ചയൊന്നും ഉണ്ടായില്ല, പക്ഷെ അത്യാവശ്യം നല്ലതായിരുന്നു. വെള്ളത്തിലെല്ലാവരും കൂടി എൻജോയ് ചെയ്തപ്പോൾ. അങ്ങനെ അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് രാവിലെ ഈ ഒരു ചായ കുടിച്ചു. ചായ ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ബാൽക്കണിയിൽ നിന്ന് ചായ കുടിക്കാൻ എന്തൊരു സുഖം. അത്യാവശ്യം നല്ലൊരു സീനറി ആയിരുന്നു. അവിടെ നിന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലത്തോട്ട് പോയി. അപ്പവും 2 മുട്ടക്കറിയും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകണം. അപ്പോൾ അതിനുള്ള പാക്കപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരെ എല്ലാ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അപ്പോൾ ഇനിയുള്ള ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ പൈൻ ഫോറസ്റ്റ് ആണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റിലെത്തു. ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചേക്കുമായിരുന്നു, അതുകൊണ്ട് വലിയ വിഷയമൊന്നും ഉണ്ടായില്ല. അപ്പോൾ പൈൻ ഫോറസ്റ്റിനെ പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നല്ലൊരു തണലായിരുന്നു, നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അവിടുത്തെ കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ കണ്ടു. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചെറിയ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ. അധികം സമയം ഞങ്ങളുടെ കയ്യിലുണ്ടായില്ല, അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ യാത്ര തിരിച്ചു. അപ്പോൾ പോണ വഴിക്ക് കുറച്ച് കുരങ്ങന്മാരെയും കാര്യങ്ങളൊക്കെ കണ്ടു, അത്ര ഉണ്ടായുള്ളൂ. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ടായിരുന്നു. അത് അഭിലാഷ് ഹോട്ടൽ. ഇവിടെയാണ് ഒരു ലഞ്ചും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കണേ. ശരിക്കും വൈകിയാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചെങ്കിലും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നല്ലൊരു ബിരിയാണി ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ടൂർ കോർഡിനേറ്റേഴ്സും അവരെല്ലാവരും. അങ്ങനെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുക. അത്യാവശ്യം എല്ലാവരും ടയേർഡായി, ഉറക്കവും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അധികം വൈകാണ്ട് തന്നെ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ പരുന്തുംപാറയിൽ എത്തിയേക്കുവാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു ക്ലൈമറ്റ് കണ്ടീഷനൊക്കെ ആയിരുന്നു. നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റിയില്ല, എന്നാലും ഈ സ്ഥലം കൂടി നമുക്ക് കവർ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഇത് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. പരുന്തുംപാറയിൽ ചെന്നു. അവിടുന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് തന്നെ സംസാരിച്ചും കാര്യങ്ങളൊക്കെ ഇരുന്നു. അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ അത്ര ഉണ്ടായില്ല, പക്ഷേ പെട്ടെന്ന് തന്നെ ക്രൗഡ് കൂടി. അതേപോലെ തന്നെ പെട്ടെന്ന് ഇരുട്ടാവാനും തുടങ്ങി. അപ്പോൾ ഇവിടെയും ഞങ്ങൾ കുറച്ച് നേരമേ സ്പെൻഡ് ചെയ്തോളൂ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചായ കുടിച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളോട് നിന്ന് ഇറങ്ങി. അപ്പോൾ അവസാനത്തെ ഒരു കലാശക്കൂട്ടും കൂടി കഴിഞ്ഞിറങ്ങാനുള്ള പ്ലാനിലാണ് ഇവിടെ നിന്നത്. അപ്പോൾ പോണ വഴിക്കായിരുന്നു നമ്മുടെ സഖാവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതും നമ്മളൊപ്പം സെലിബ്രേറ്റ് ചെയ്തു. നമ്മുടെ മെയിൻ ട്രിപ്പ് കോർഡിനേറ്ററാണിത്, നിവിൻ KG. അപ്പോൾ നമ്മുടെ ട്രിപ്പ് അവസാന ഘട്ടത്തിലൂടെ കിടക്കുവാണ്. എല്ലാവരും അത്യാവശ്യം മയക്കത്തിലും കാര്യങ്ങളൊക്കെ ആയി. നേരെ ഓഫീസിലെത്തുക, വീടെത്തുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടായുള്ളൂ. എന്നാലും തളരൂല, എത്ര ടയർഡായാലും തളരൂല എന്ന് പറഞ്ഞ് തുള്ളിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഫൈസിലേക്കാണ്. സോ നമ്മുടെ ഫൈനലി നമ്മളെല്ലാം ആഘോഷങ്ങൾ കഴിഞ്ഞു തിരിച്ച് നമ്മുടെ നാട്ടിലെത്തി. അപ്പോൾ ഒരു സക്സസ്ഫുൾ സെലിബ്രേഷനായി ഞങ്ങൾ പടക്കവും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചു. കാരണം അത്യാവശ്യം അടിപൊളിയായിരുന്നു ട്രിപ്പ്. ആ ഒരു സമയത്തിൻ്റെ വിഷയം മാത്രമേ ഉണ്ടായുള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾ അടിച്ച് പൊളിച്ചു. അങ്ങനെ
അതൊരു അടിപൊളി ട്രിപ്പായി ഞങ്ങൾ ആഘോഷിച്ച്. സോ ജസ്റ്റ് സെലിബ്രേറ്റഡ് അവർ. അങ്ങനെ എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞു, നേരെ വീടെത്തിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ ഗൈസ്.